അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൊതുവെ നമ്മൾ പാകിസ്ഥാനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ഒരു എയർ സ്ട്രൈക്ക് നടത്തിയതായിട്ട് വാർത്ത വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പം അതിനെ ഡിനൈ ചെയ്യാണ്, പക്ഷേ അഫ്ഗാനിസ്ഥാൻ അതിനെ കൺഫേം ചെയ്യാണ്. അഫ്ഗാനിസ്ഥാൻ പത്രസമ്മേളനം വിളിച്ചതിനെ കൺഫേം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 9 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. 4 ആൺകുട്ടികൾ 5 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. അതിപ്പോൾ പല മാധ്യമങ്ങളും, മേജർ മാധ്യമങ്ങളും ഇതിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്, കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്. പാകിസ്ഥാൻ്റെ DGISP അഹമ്മദ് പുള്ളിയാണ് ഇത് വിശദീകരിച്ചത്. അതായത് പാകിസ്ഥാൻ ഏതെങ്കിലും ആക്രമണങ്ങൾ നടത്തുന്നുവെങ്കിൽ അതിനെ ഞങ്ങൾ ഓപ്പണായിട്ട് അംഗീകരിക്കും, ഞങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊക്കെയാണ് നിരത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല, പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബോർഡർ മേഖലയിലാണ് ഈ അറ്റാക്ക് നടത്തിയത്. ഈ ബോർഡർ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 വില്ലേജുകൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിനകത്ത് കുനാർ, അതേപോലെ പക്കിട്ട, പിന്നെ ഈ കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ 3 പ്രൊവിൻസുകൾ, ഈ 3 മേഖലകൾ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ സമയത്ത് ഒരു എയർ സ്ട്രൈക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലേക്ക് നടത്തിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ വാർത്തയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ്റെ ഉള്ളിൽ FC അവരുടെ ഫ്രണ്ടിയർ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഒരു പൊട്ടിത്തെറി. ആ ഒരു പൊട്ടിത്തെറിയിൽ നിരവധി പേര് പാകിസ്ഥാൻ്റെ ഉള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും TTP, തെഹ്രീക്ക് താലിബാനികൾ, അതുപോലെ തന്നെ താലിബാൻ തന്നെ സംരക്ഷിക്കുന്ന വേറൊരു താലിബാൻ ടീമുകളുണ്ട് അവിടെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇവർ അറ്റാക്ക് നടത്തിയത് എന്നുള്ള നിലയിലുള്ള തീരുമാനം, ആ കൺക്ലൂഷൻ്റെ പേരിലാണ് ISI തീരുമാനമെടുത്ത് ബോർഡർ മേഖലയിലേക്ക് പോയി അറ്റാക്ക് നടത്തിയതായിട്ട് വാർത്തകൾ വരുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇതിനെ ഡിനൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമില്ല, അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്നുമുള്ള തിരിച്ചടി പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാൻ്റെ മിലിറ്ററിയുടെ ഒരു അവസ്ഥയെ, പാകിസ്ഥാൻ മിലിറ്ററിക്ക് കാബൂളിനെ അടിച്ചു തകർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ കടന്നുകയറ്റം, അതായത് തെഹ്രീക്ക് താലിബാൻ ത്രൂ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ ഉടനീളം വേരുറപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇവർ നേരിടുന്ന വെല്ലുവിളി. നിലവിൽ തുർക്കിയും ഖത്തറും കൂടി ചേർന്നിട്ട് ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മയപ്പെടുത്തി കുറച്ച് സമാധാനിപ്പിച്ച് വെച്ചിരുന്നതാണ്. ആ അവസ്ഥയ്ക്കാണ് ഇപ്പം അറുതി വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ തുടരും. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ വക്താവ് വ്യക്തമായിട്ട് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഇതിന് തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അനുകൂലിക്കുന്നില്ല എന്നുള്ള വിഷയത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പാകിസ്ഥാൻ എപ്പോഴും ഈ അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യയുടെ പേരാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെയൊക്കെ പാകിസ്ഥാൻ ഇതേ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലത്. അത് ഇന്ത്യക്ക് നല്ലതാണ്. കാരണം ഇന്ത്യയിൽ സമാധാനമായിട്ട് വ്ളാഡിമിർ പുടിൻ സന്ദർശിച്ച് മടങ്ങുന്നത് വരെ പാകിസ്ഥാനെ ഇങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഇനി ഒരു 8-9 ദിവസത്തേക്ക് പാകിസ്ഥാൻ ഇതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാനി തീവ്രവാദികൾക്ക് ഒരു ഇച്ചിരി സമയം മതി ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യക്കുള്ളിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ അവരുടെ ഒരു ചുമതല. ആ ചുമതല വൃത്തിയായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ പെടാപ്പാടുപെടുന്നത്. കാരണം വേറെ ഒന്നുമില്ല, പുടിൻ്റെ ഇന്ത്യ വിസിറ്റ്. ഇപ്പം നെതന്യാഹുവിൻ്റെ ഇന്ത്യ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ഉടായ്പകളുമായിട്ട് ആൾക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഇസ്രായേലിൻ്റെ I-24 എന്ന് പറഞ്ഞ വാർത്താ ചാനൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് ഇറങ്ങുന്ന വാർത്തകളും കൺഫേം ചെയ്യുന്നത് ഈ ഡൽഹിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് സുരക്ഷാ വീഴ്ച, അതായത് ഈ ഹമാസ് മോഡലിലുള്ള ആക്രമണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കേണ്ട എന്നുള്ളത് മൊസാദിന്റെ തീരുമാനമാണ്. അല്ലാതെ ഇതിന്റെ പുറകിൽ ട്രംപ് പറഞ്ഞിട്ട് നെതന്യാഹു ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ഇതിന്റെ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പുറകിൽ അമേരിക്കയോ ട്രംപോ അതൊന്നുമല്ല ഇതിന്റെ വിഷയം. കാരണം ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും അമേരിക്കയും തമ്മിൽ, അതേപോലെ ഇന്ത്യക്കും ഇസ്രായേലും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം. പുടിന്റെ ഇന്ത്യ വിസിറ്റ് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കലി പ്രാധാന്യമുള്ള കാര്യമാണ്. അതേപോലെ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കലി വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇതേപോലത്തെ സില്ലി ആയിട്ടുള്ള റീസൺസ് ഒക്കെ ജിയോ പൊളിറ്റിക്സിൽ നടക്കാറില്ല. നെതന്യാഹുവിനെ പിടിച്ചു കെട്ടി ഇസ്രായേലിൽ ഇരുത്താനുള്ള കപ്പാസിറ്റി ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിന് ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ്, പാകിസ്ഥാൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ ഇവർ കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് മടങ്ങി വരുന്നില്ല. കഴിഞ്ഞ വർഷം മാത്രം 12 എയർലൈൻ ഉദ്യോഗസ്ഥരാണ് മുങ്ങിയത് കാനഡയിൽ പോയിട്ട്. അതായത് ഈ കാനഡ പോലത്തെ രാജ്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ട് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ഈ വിദ്യാഭ്യാസമുള്ള ഇതേപോലെ ജോലിയും കൂലിയൊക്കെയുള്ള ആൾക്കാർ കാനഡയ്ക്ക് പോയിട്ട് മടങ്ങി വരുന്നില്ല. ആദ്യമൊക്കെ അസുഖമാണെന്നൊക്കെ പറയും, പിന്നീട് വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യില്ല. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ കാനഡ സിറ്റിസൺസ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളായിക്കോട്ടെ, കാനഡ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഈ മനുഷ്യാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹ്യൂമൻ റൈറ്റ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ കുറ്റവാളികളെ മറ്റുള്ള രാജ്യത്തേക്ക് കൈമാറുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാനഡ ഒരു സൈഡിൽ ഇപ്പോൾ ഖാലിസ്ഥാനികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാനഡ, നമുക്ക് ഇന്ത്യക്ക് വേണ്ടപ്പെട്ട എത്രയോ പ്രതികൾ അവരുടെ പക്കലുണ്ട്, പക്ഷെ അവർ തരാൻ തയ്യാറല്ല. കാരണം ഹ്യൂമാനിറ്റി എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ UK കാര്യം നോക്ക്. UK കാര്യത്തിൽ ഇപ്പം വിജയ് മാല്യ പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പം UK പോയിട്ട് എത്ര കാലമായി, നമുക്ക് അവരെ തിരികെ ലീഗലി തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. കുറച്ച് പൈസ കൊണ്ട് ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ അങ്ങ് സുഖിച്ചങ്ങ് ജീവിക്കാം.
അതാണ് നിലവിലുള്ള അവസ്ഥ. ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരിൽ എത്രമാത്രം കുറ്റവാളികളാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കീവ് നഗരത്തിൽ നല്ല രീതിയിലുള്ള മഞ്ഞുവീഴ്ചയാണ്. കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രമാത്രം നല്ല രീതിയിൽ മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നലെ റഷ്യ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് കീവ് നഗരത്തെ ലക്ഷ്യമാക്കി അയച്ചുവിട്ടത്. റഷ്യ കാലിബർ മിസൈൽ ഉപയോഗിച്ചാണ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് റഷ്യ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, 28 പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, റഷ്യക്ക് ഫേവറായിട്ട് പോയിന്റുകളൊക്കെ നിരത്തി വെച്ച് ഡീൽ ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം, റഷ്യയുടെ ഈ അഗ്രസീവായിട്ടുള്ള ആക്രമണം. അപ്പം ഇതിനെ ചൊല്ലി സെലൻസ്കി ന്യായവാദങ്ങൾ നിരത്താൻ തുടങ്ങി. അപ്പോഴത്തേക്കും എപ്പോഴത്തെയും പോലെ അമേരിക്ക ഇത്തവണ പോസിറ്റീവായിട്ട് പെരുമാറിയില്ല, പോസിറ്റീവായിട്ട് റെസ്പോണ്ടും ചെയ്തില്ല. സെലൻസ്കിയെ അനുകൂലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അമേരിക്കയുടെ പക്കൽ നിന്ന് വന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അതിന്റെ തലേ ദിവസം അമേരിക്ക ഈ 28 പോയിന്റുകളൊക്കെ നിരത്തിക്കൊണ്ട് ഒരു പ്രൈമറി മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ റഷ്യക്കെതിരെ ഉക്രൈൻ ചറപറ അറ്റാക്കാണ് നടത്തിയത്. ആ അറ്റാക്കിൽ വളരെ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആക്രമണത്തിനിരയായി. ഒരു ലേസർ ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യയുടെ വളരെയധികം ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അതിനെയാണ് ഉക്രൈൻ അറ്റാക്ക് ചെയ്തത്. പിന്നെ വെസ്റ്റേൺ റഷ്യയുടെ ഭാഗത്ത് ഒരു എയർബേസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സദൻ റഷ്യയുടെ ഭാഗത്ത് റെസിഡൻഷ്യൽ ഏരിയ മൊത്തത്തിൽ അടിച്ചു തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മാരകമായിട്ടുള്ള അറ്റാക്ക്, പ്രത്യേകിച്ചൊക്കെ ഈ ഒരു സമാധാനത്തിന്റെ ചർച്ചകൾ തുടങ്ങുന്നുണ്ടോ അപ്പോഴെല്ലാം തന്നെ ഉക്രൈൻ ഈ രീതിയിലുള്ള പെരുമാറ്റം, പ്രത്യേകിച്ച് യൂറോപ്പാണ് ഇതിന് കീ കൊടുക്കുന്നത്. കാരണം യൂറോപ്പിന് ഈ യുദ്ധം നിർത്തണം എന്നുള്ള യാതൊരു താല്പര്യമില്ല എന്നുള്ളത്. നോക്കൂ, ഈ റെയിൻ മെറ്റൽ എന്ന് പറഞ്ഞ ഈ സ്റ്റീൽ കമ്പനി പല ഡിഫൻസ് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് റെയിൻ മെറ്റൽ. ഈ റെയിൻ മെറ്റലിന്റെ സ്റ്റോക്ക് റഷ്യ ഉക്രൈൻ ഒരു സമാധാന ചർച്ച വരുന്നു എന്ന് അറിഞ്ഞതോടുകൂടി അതിന്റെ സ്റ്റോക്കിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ഒരു യൂറോപ്പ് ബേസ്ഡ് കമ്പനിയാണ് റെയിൻ മെറ്റൽ. ജർമ്മനിയിലാണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനിക്ക് അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ വരില്ല. പിന്നെ ഒരു നോർമൽ പ്രവർത്തനമാണല്ലോ, ആ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ വരില്ല. നിലവിൽ നിങ്ങൾ നോക്കൂ, അമേരിക്കയ്ക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ യൂറോപ്പിന് ഓപ്ഷൻ വളരെ കുറവാണ്. യൂറോപ്പിന് ആയുധ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ അവർ 2028-29 വരെയൊക്കെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനാണ് അവർക്ക് താല്പര്യം. അതായത് അവർക്കിപ്പം ഈ യുദ്ധം നിർത്തിയിട്ട് അവർക്ക് വ്യാപാരത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള താല്പര്യമില്ല. കാരണം അവിടെ ആ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ ഒന്നുമില്ല അവരുടെ പക്കൽ. അതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ ഒരു യുദ്ധം നടക്കുന്ന കാലയളവിൽ അവരുടെ ആയുധ വിപണി, അവരുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉക്രൈനെ ഒരു റിസർച്ച് മേഖലയായിട്ട് കരുതിക്കൊണ്ട് ഇവർക്ക് ഇവിടെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് അത് പരീക്ഷിക്കുക. പ്രത്യേകിച്ച് ഈ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഡ്രോൺ അമ്യൂണിഷൻസ് എല്ലാം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണ മേഖലയായിട്ട് ഉക്രൈനെ ഒരു യുദ്ധക്കളമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് അത് ഉപയോഗിക്കാം എന്നാണ് ഇവരുടെ തീരുമാനം. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് ഇപ്പോൾ റഷ്യ ഉക്രൈൻ മാത്രമല്ല, അമേരിക്കയ്ക്ക് ഏത് മേഖലയിൽ വേണമെങ്കിലും അവർക്ക് ആയുധം വിൽക്കാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്രായേൽ ഗാസ, അതേപോലെ ഇസ്രായേൽ ഇറാൻ, അതുപോലെ ഏഷ്യൻ സൈഡിലാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ആയുധം വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ സൗത്ത് ചൈന സീയിൽ ജപ്പാൻ, തായ്വാൻ, ചൈന, ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ കിടക്കാണ്. തായ്ലാൻഡ്, കംബോഡിയ. അമേരിക്ക ഇപ്പം സെൻട്രൽ ഏഷ്യയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ റഷ്യയുടെയും ചൈനയുടെയും ഇൻഫ്ലുവൻസ് അവിടെ കുറയ്ക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ആഫ്രിക്കൻ റീജിയനിലും അമേരിക്ക ഇപ്പോൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ചൈനയുടെയും റഷ്യയുടെയും ഇൻഫ്ലുവൻസ് കുറയ്ക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പലതരത്തിൽ അവർക്ക് അമേരിക്കയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട്. എവിടെയെങ്കിലും ആയുധം വിൽക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ഇച്ചിരി, അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട രാജ്യത്തിനെ ഇച്ചിരി ഇളക്കി വിട്ടിട്ട് അവർക്ക് ആയുധം വിൽക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ യൂറോപ്പിന് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങൾക്ക് ലോകമെമ്പാടും ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾക്ക് ആകെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം. അപ്പോൾ അവിടെയെങ്കിലും ഞങ്ങളുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തിക്കോട്ടെ എന്നാണ് യൂറോപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത് റഷ്യയുടെ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിയറ്റ്നാമിലേക്ക് റഷ്യയുടെ ക്യാൻസർ വാക്സിൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിലേക്ക് റഷ്യ ഇത് കയറ്റുമതി ചെയ്യുന്നത്. അത് വിയറ്റ്നാമാണ്. 14 തരം ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ വാക്സിൻ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും വിയറ്റ്നാം അത് ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ട്രയൽ റൺ ഒക്കെ പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് വിയറ്റ്നാമിന് ഈ വാക്സിൻ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വിയറ്റ്നാമിന്റെ ഒരു ഒപ്പീനിയനും കൂടി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടും. നമ്മൾ ഇസ്രായേലിന്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇസ്രായേലിന്റെ ആർമിയും അതേപോലെ റിബലുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൗണ്ട് ഫോഴ്സിൽ വെടിവെപ്പ്. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ എക്സ്പാൻഷൻ തുടരുന്നുണ്ട്. അതിനെതിരെയാണ് ഇവർ പൊരുതുന്നത്. പക്ഷേ എക്സ്പാൻഷൻ തടയാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നടത്തുന്നത്. ഇപ്പോൾ ഈ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ഫോൺ കോൾ സംഭാഷണം, അതിന്റെ കുറച്ച് കൂടുതൽ ഡെവലപ്മെന്റ്സ് വന്നിരിക്കുന്നു പറഞ്ഞാൽ, അതായത് നമ്മൾ ചൈനയുമായിട്ട് പോയി കൈകോർത്തത് കൊണ്ടാണ് പല പല പ്രശ്നങ്ങളും അമേരിക്ക നമുക്ക് സൃഷ്ടിക്കുന്നത് എന്നുള്ള നിലയിലൊക്കെ പലരും പല ആർഗ്യുമെന്റ്സ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചോണം, ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിൽ മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഫോൺ കോൺവെർസേഷൻ റിഗാർഡിംഗ് ജപ്പാൻ തായ്വാൻ ഇഷ്യൂവിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ശരിക്കും തായ്വാനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു ഫോൺ കോൾ ആണെങ്കിലും ട്രംപിന്റെ ട്വീറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയും ചൈനയും തമ്മിൽ കൈകോർത്ത് ട്രംപ് ഷീ ജിൻപിങ്ങിനെ
സൗത്ത് കൊറിയയിലേക്ക് വിളിച്ചു വരുത്തി ഹാൻഡ് ഷേക്ക് കൊടുത്തപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനയിലെത്തിയിട്ട് ഷാങ്ഹായ് കോർപ്പറേഷന്റെ പേരിൽ ഷീ ജിൻപിങ്ങിന് ഹാൻഡ് ഷേക്ക് കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള വാർത്തയും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടുകളൊക്കെയാണ് പലരും ഇവിടെ വെളിപ്പെടുത്തിയത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ്, അല്ലാതെ അമേരിക്കയല്ല. അതുകൊണ്ട് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ആ സമയത്ത് ചെയ്തിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പം അതൊക്കെ തന്നെ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.